ഹായ് ഫ്രണ്ട്സ്, സ്ട്രേഞ്ചർ തിങ്സിൻ്റെ 5th സീസൺ ഇറങ്ങുന്നതിന് മുമ്പ് ഇതുവരെ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു റീക്യാപ്പ് നമുക്ക് നോക്കിയാലോ. സീസൺ 1-ൽ ഹോക്കിൻസ് എന്ന ടൗണിൽ വിൽ ബയേഴ്സ് എന്ന കുട്ടി അപ്സൈഡ് ഡൗണിൽ കാണാതാവുന്നു. ഹോക്കിൻസ് ലാബിൽ രഹസ്യമായി നടന്ന എക്സ്പെരിമെൻസിൽ കൂടി പവേഴ്സ് കിട്ടിയ 11 എന്ന കുട്ടിയെ വില്ലിൻ്റെ കൂട്ടുകാരായ മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ് എന്നിവർ കണ്ടുമുട്ടുന്നു. ശേഷം അവർ ഒന്നിച്ച് അപ്സൈഡ് ഡൗണിൽ പോയി വില്ലിനെ കണ്ടുപിടിക്കാനും അവിടെ നിന്ന് പുറത്തിറങ്ങിയ ഡെമോഗോഗൻ എന്ന മോൺസ്റ്ററിനെ ഫൈറ്റ് ചെയ്യാനും 11 സഹായിക്കുന്നു. എന്നാൽ ആ ഫൈറ്റിൽ എൽ അപ്രത്യക്ഷയാകുന്നു. പക്ഷേ പിന്നീട് ഈ കുട്ടി തിരിച്ചു വന്ന് ടൗൺ ഷെരീഫായ ജിം ഹോപ്പറിൻ്റെ കൂടെ രഹസ്യമായി താമസിക്കുന്നു. സീസൺ 2-ലേക്ക് വരുമ്പോൾ എല്ലാവരും പോയെന്ന് വിചാരിക്കുന്ന അപ്സൈഡ് ഡൗൺ അവിടെ തന്നെയുണ്ട്. മൈൻഡ് ഫ്ലെയർ എന്ന വില്ലനിലൂടെ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാകുന്നു. അപ്സൈഡ് ഡൗണിൽ നിന്ന് ഇടയ്ക്കിടെ ഈ മൈൻഡ് ഫ്ലെയർ വില്ലിനെ പൊസസ് ചെയ്യുന്നു. അതുകൂടാതെ ഡെമോഡോഗ്സ് എന്ന സാധനം ഉപയോഗിച്ച് മൈൻഡ് ഫ്ലെയർ ആ ടൗണിൻ്റെ അടിയിൽ ടണൽസ് ഉണ്ടാക്കുന്നു. ഇത്തവണയും 11 എല്ലാവരെയും രക്ഷിക്കുന്നു. 11 റിയൽ വേൾഡും അപ്സൈഡ് ഡൗൺ തമ്മിലുള്ള ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. അതോടുകൂടി ഇത് കഴിഞ്ഞെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും മൈൻഡ് ഫ്ലെയർ ഹോക്കിൻസ് വിട്ട് പോകുന്നില്ല. സീസൺ 3 വരുമ്പോൾ ഹോക്കിൻസിൽ പുതിയൊരു മാൾ വരുന്നുണ്ട്. എല്ലാം നന്നായി പോകുന്നുവെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അപ്സൈഡ് ഡൗണിലുള്ള ഈ മൈൻഡ് ഫ്ലെയർ വില്ലിനെ ചെയ്തതുപോലെ ബില്ലി ഹാർഗ്രോവ് എന്ന ആളെ പൊസസ് ചെയ്യുന്നു. അതിനൊപ്പം ഈ പുതിയ മാളിനടിയിൽ റഷ്യൻസ് 11 ക്ലോസ് ചെയ്ത ആ ഗേറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഈ മോൺസ്റ്റർ ബില്ലിയെ ഉപയോഗിച്ച് ടൗണിലുള്ള മറ്റു പലരെയും പൊസസ് ചെയ്ത് അവരുടെ ബോഡിയിലുള്ള മാസ് വെച്ച് ഒരു ഫിസിക്കൽ ഫോം എടുക്കാൻ ശ്രമിക്കുന്നു. 11 ഫ്രണ്ട്സും ചേർന്ന് ആ മോൺസ്റ്ററുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഹോപ്പറും ജോയ്സിയും ചേർന്ന് ആ മാളിനടിയിൽ റഷ്യൻസ് ഓപ്പൺ ചെയ്ത ആ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്നാൽ അതിലൂടെ ഹോപ്പർ മരിച്ചുവെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും അയാൾ റഷ്യയിലേക്ക് ആ ഗേറ്റിൽ കൂടി എത്തിപ്പെടുകയാണ്. അതോടുകൂടി ആ ഫിസിക്കൽ ഫോം സ്വീകരിച്ച മോൺസ്റ്റർ അവിടെ മരിക്കുന്നു. സീസൺ 4-ന്റെ തുടക്കത്തിൽ 11, വിൽ, ജോയ്സ് ഒക്കെ കാലിഫോർണിയയിലേക്ക് മൂവ് ചെയ്തായി കാണിക്കുന്നു. എന്നാൽ ഹോക്കിൻസിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വെക്ന എന്ന ഒരു പുതിയ വില്ലൻ അപ്സൈഡ് ഡൗണിൽ നിന്ന് വന്നിട്ട് ഹോക്കിൻസിലെ മെൻ്റലി സ്ട്രെസ്ഡായ ഒരുപാട് പേടികളൊക്കെ ഉള്ള വീക്കായിട്ടുള്ള കുട്ടികളെ ഹണ്ട് ചെയ്യുന്നു. അതിലൊരാളായിരുന്നു നമ്മുടെ മാച്ച്. വെക്ന ശരിക്കും ഹോക്കിൻസ് ലാബിലെ, അതായത് 11 ഉണ്ടായിരുന്ന അതേ ലാബിലെ ടെസ്റ്റ് സബ്ജക്ട് നമ്പർ 1 ആണെന്നും ലാബിൽ നിന്ന് അപ്സൈഡ് ഡൗണിലേക്ക് ഇയാളെ 11 ആണ് അയക്കുന്നതെന്നും ഹെൻറി ക്രീൽ എന്ന പേരുള്ള അയാൾ എല്ലിനോടുള്ള പ്രതികാരം തീർക്കാനും റിയൽ വേൾഡ് നശിപ്പിക്കാനുമാണ് വന്നിരിക്കുന്നതെന്നും ഇവർ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ സീസണിലെ മൈൻഡ് ഫ്ലെയറുമായിട്ടുള്ള അറ്റാക്കിൽ 11ന്റെ പവേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. അവർ പിന്നെയും ഡോക്ടർ ബ്രണ്ണറിൻ്റെ അണ്ടറിൽ പവർ തിരിച്ചു കിട്ടാനായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതേസമയം റഷ്യയിൽ സ്റ്റക്കായ ഹോപ്പറിനെ ജോയ്സി തിരിച്ചു കൊണ്ടുവരുന്നു. വെക്ന മാത്സിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മാത്സ് ഒരു നിമിഷത്തേക്ക് മരണപ്പെടുകയും പിന്നെ കോമയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ വെക്നയുടെ ലക്ഷ്യം നടക്കുകയും ഹോക്കിൻസ് 4ആയി പിളരുകയും ചെയ്യുന്നു. ഇതാണ് സീസൺ 4-ന്റെ അവസാനം നമ്മൾ കാണുന്നത്. വെക്നയുമായിട്ടുള്ള ഫൈനൽ വാറാണ് സീസൺ 5-ൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ എക്സ്പ്ലനേഷനിൽ എല്ലാ സീസണിൻ്റെയും വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബ്രീഫാണിത്. നിങ്ങൾ സീസൺ 5 കാണുന്നതിന് മുമ്പ് ഇതിന് മുമ്പുള്ള സീസൺസ് റീവാച്ച് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.